ശ്രീലങ്കൻ ടീം ജയിക്കുമെന്ന് എല്ലാവരും കരുതി. അതുപോലത്തെ ബാറ്റിംഗ് ആണ് ശ്രീലങ്ക ഇന്ന് പുറത്തെടുത്തത്. അവരുടെ വിക്കറ്റുകൾ വീഴ്ത്താൻ ഇന്ത്യക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. നിസംഗ അതുപോലെ അടിച്ചു കളിച്ചു. എന്നാൽ ആദ്യത്തെ 10 ഓവറിന് ശേഷം ശ്രീലങ്കൻ ടീമിന്റെ കളി കൈവിട്ടുപോയി. ഇന്ത്യൻ ബൗളേഴ്സ് കളി തിരിച്ചു പിടിച്ചു. ഇന്ന് ശ്രീലങ്ക കളി തോറ്റ ശേഷം അവരുടെ ക്യാപ്റ്റൻ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ശ്രീലങ്കൻ ടീമിനെ കൊതിപ്പിച്ച് ഇന്ത്യ വിജയം നേടിയെടുത്തു. ശ്രീലങ്ക ശരിക്കും ഇന്ത്യയെ വെള്ളം കുടിപ്പിച്ച് കളഞ്ഞു. ഇന്ന് ശ്രീലങ്ക കളി തോറ്റ ശേഷം അവരുടെ ക്യാപ്റ്റൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഞങ്ങൾ ആദ്യത്തെ 10 ഓവർ വരെ മികച്ച കളി കാഴ്ചവെച്ചു. 15 ഓവറിൽ ഞങ്ങൾ 150 റൺസ് എത്തിയിരുന്നു. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമല്ല. അവസാന നിമിഷം ഒരുപാട് വിക്കറ്റുകൾ ഞങ്ങൾ വലിച്ചെറിഞ്ഞു. അതാണ് ഞങ്ങൾ കളി തോൽക്കാൻ കാരണമായത്. അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് ഈസി ആയിട്ട് ജയിച്ചേനെ. ഇന്ത്യ ഞങ്ങൾക്ക് ഒരു എതിരാളി പോലും ആയിരുന്നില്ല. പക്ഷേ ഇന്ത്യൻ ബൗളേഴ്സാണ് ഞങ്ങൾക്ക് പണി തന്നത്. ഞങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധിച്ച് കളിക്കണമായിരുന്നു. ആദ്യത്തെ 10 ഓവർ കളി ഞങ്ങളുടെ കയ്യിലായിരുന്നു. എന്നാൽ അവസാനത്തെ 5 ഓവറാണ് ഞങ്ങൾക്ക് പണിയായത്. അടുത്ത മത്സരത്തിൽ കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് തെറ്റുകൾ തിരുത്തി ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് ശ്രീലങ്കൻ ക്യാപ്റ്റൻ വ്യക്തമാക്കി. ഇന്ത്യൻ ആരാധകർ ആവേശത്തിലാണ്. ഇന്ത്യ ആദ്യ കളി തന്നെ ജയിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ശ്രീലങ്കയുടെ ബാറ്റിംഗ് കണ്ടപ്പോൾ ഇന്ത്യ കളി തോറ്റെന്ന് എല്ലാവരും ഉറപ്പിച്ചു. എന്നാൽ ഇന്ത്യ കളി തന്ത്രപരമായിട്ട് തിരിച്ചു പിടിച്ചു. നിസംഗയുടെ ബാറ്റിംഗ് ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അതുപോലെയാണ് താരം ഇന്ന് അടിച്ചുകൂടിയത്. നിസംഗയെ പുറത്താക്കാൻ സാധിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് ശ്രീലങ്ക കളി ജയിച്ചേനെ. അതുപോലെയായിരുന്നു അവരുടെ ബാറ്റിംഗ് ഇന്ന്. ഇന്ത്യൻ ബൗളേഴ്സ് അവസാന നിമിഷം മികച്ച കളി കാഴ്ചവെച്ച് ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചു. ഇന്ത്യ ഇന്ന് 213 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് ബാറ്റിംഗിൽ ശ്രീലങ്ക 170 റൺസിൽ ഓൾ ഔട്ടായി. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.